അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ നടന്ന പാകിസ്ഥാൻ വ്യോമാക്രമണം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും സുരക്ഷാ സാഹചര്യങ്ങളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. തെഹ്രിക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയുടെ മേധാവി നൂർ വാലി മെഹ്സൂദിനെ ലക്ഷ്യമിട്ട് നടന്ന ഈ ആക്രമണം രണ്ട് അയൽരാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകി. രാത്രി വൈകി കാബൂളിൽ രണ്ട് വലിയ സ്ഫോടനങ്ങൾ കേട്ട് ജനങ്ങൾ പരിഭ്രാന്തരായ ഈ സംഭവം താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഒരു വിദേശ രാജ്യത്തിന്റെ സൈനിക നടപടി എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യോമാക്രമണം കേവലം ഒരു പ്രതികാര നടപടിയോ അതിർത്തി ലംഘനമോ ആയിരുന്നില്ല. മറിച്ച് പാകിസ്ഥാൻ സൈനികർക്കും സാധാരണക്കാർക്കും നേരെ ആക്രമണങ്ങൾ നടത്തുന്ന TTP എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തനം തകർക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി വർഷങ്ങളായി TTPയുടെ പ്രധാന താവളമാണ്. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം TTPക്ക് കൂടുതൽ സ്വാധീനം ലഭിക്കുകയും അവർ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സർക്കാരിന്റെ കണക്കനുസരിച്ച് TTP നേതാക്കളും പോരാളികളും അഫ്ഗാൻ മണ്ണിൽ അഭയം തേടുകയും അവിടെ ഇരുന്ന് പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയുമാണ്. TTP മേധാവി നൂർ വാലി മെഹ്സൂദിന്റെ കാറും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഗസ്റ്റ് ഹൗസും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. ഒരു പരമാധികാര രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നേരിട്ട് വ്യോമാക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെങ്കിലും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമെന്ന നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. അഫ്ഗാൻ ഭരണകൂടം TTPയെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം സഹായിക്കുകയോ ചെയ്യുന്നുവെന്ന പാകിസ്ഥാന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ ആക്രമണത്തെ കാണാൻ. അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടമായ താലിബാൻ ഈ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. തങ്ങളുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ലംഘിച്ച ഒരു നടപടിയായാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. കാബൂളിലെ ജനവാസ കേന്ദ്രത്തിൽ നടന്ന ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും താലിബാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന ഇറക്കി. പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തി ലംഘിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് താലിബാൻ സ്വീകരിച്ചത്. താലിബാൻ നേതൃത്വം തങ്ങളുടെ പോരാളികൾക്ക് പാകിസ്ഥാനുമായി അതിർത്തിയിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ വന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് എത്തുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിലും ഉടലെടുത്തു. പാകിസ്ഥാനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ച താലിബാൻ ഇത്തരം നടപടികൾ തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. താലിബാന്റെ ആഭ്യന്തര സുരക്ഷാ മന്ത്രി പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി വിമർശിക്കുകയും മേഖലയിലെ സമാധാനത്തിന് ഇത് ഭീഷണിയാണെന്ന് പറയുകയും ചെയ്തു. ഈ ആക്രമണം നടന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര സന്ദർശനത്തിലായിരുന്നു എന്നത് സംഭവത്തിന് കൂടുതൽ ശ്രദ്ധ നൽകി. അഫ്ഗാൻ താലിബാനുമായും ഇന്ത്യയുമായും നടക്കുന്ന ഉയർന്ന തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ പാകിസ്ഥാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം നടന്നത്. ഇന്ത്യയുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. സാമ്പത്തിക സഹായം, വ്യാപാരം, രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ താലിബാൻ വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെ പാകിസ്ഥാൻ കാബൂളിൽ ആക്രമണം നടത്തിയത് ഒരു നയതന്ത്ര സന്ദേശം കൂടിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്ത്യൻ മണ്ണിൽ വെച്ച് തന്നെ രാജ്യ തലസ്ഥാനം ആക്രമിക്കപ്പെട്ടു എന്ന വിവരം അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്രപരമായ വെല്ലുവിളിയായിരുന്നു. ഈ ആക്രമണം നടന്നതോടെ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ത്രികോണ ബന്ധം കൂടുതൽ സങ്കീർണമായി. മേഖലയിലെ ഭീകരവാദത്തിനെതിരെ പോരാടുക എന്ന പൊതു ലക്ഷ്യം ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഏകപക്ഷീയമായ സൈനിക നടപടി ഇന്ത്യയുടെ ഇടപെടലുകളെയും സ്വാധീനത്തെയും കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ താലിബാനെ പ്രേരിപ്പിക്കും. കാബൂളിലെ ഈ വ്യോമാക്രമണം ദക്ഷിണേന്ത്യൻ മേഖലയ്ക്ക് നിരവധി പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചു. പാകിസ്ഥാനും താലിബാൻ ഭരണകൂടവും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധം പൂർണ്ണമായും വഷളായി. അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. താലിബാൻ പാകിസ്ഥാനെ ഒരു വിശ്വാസയോഗ്യമല്ലാത്ത അയൽക്കാരനായി കണക്കാക്കാൻ തുടങ്ങി. TTPക്ക് ലഭിക്കുന്ന പിന്തുണയെക്കുറിച്ച് പാകിസ്ഥാൻ ഗൗരവകരമായ മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ആരെയും അവർ ഏത് രാജ്യത്ത് അഭയം തേടിയാലും വെറുതെ വിടില്ല എന്ന ശക്തമായ സന്ദേശമാണ് പാകിസ്ഥാൻ നൽകിയത്. എന്നിരുന്നാലും ഇത്തരം ആക്രമണങ്ങൾ TTPയെ കൂടുതൽ പ്രതികാര നടപടികൾക്ക് പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട്. താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം താരതമ്യേന ശാന്തമായിരുന്ന കാബൂളിൽ ഒരു വിദേശ രാജ്യത്തിന് ആക്രമണം നടന്നത് അഫ്ഗാൻ ജനതയിൽ വലിയ ഭയം സൃഷ്ടിച്ചു. ഇത് രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളും ഉയർത്തി. ഒരു പരമാധികാര രാജ്യത്തിന് നേരെയുള്ള ഈ നടപടി ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയായി. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹവും ആവശ്യപ്പെട്ടു. കാബൂളിൽ നടന്ന പാകിസ്ഥാൻ വ്യോമാക്രമണം, ഭീകരവാദത്തിനെതിരായ പോരാട്ടം, ദേശീയ പരമാധികാരം, മേഖലാ സുരക്ഷ എന്നീ വിഷയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക സംഭവമായിരുന്നു. TTP പോലുള്ള ഭീകര സംഘടനകൾ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ അഭയം തേടി മറ്റൊരിടത്ത് ആക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായ ക്രോസ് ബോർഡർ ടെററിസം എന്ന പ്രശ്നമാണ് ഈ ആക്രമണം
ആക്രമണം ഉയർത്തിക്കാട്ടിയത്. ഈ സംഭവം ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു സൂചനയാണ്. താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാനിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ അവർ TTP-യോട് നിലപാട് മാറ്റുമോ അതോ പാകിസ്ഥാനെതിരെ കൂടുതൽ ശക്തമായ പ്രതിരോധം തീർക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അതിർത്തി സംഘർഷങ്ങൾ ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് നിലപാടുകൾക്കിടയിലും ദക്ഷിണേന്ത്യൻ മേഖലയുടെ ഭാവി സുരക്ഷാ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ മണ്ണിൽ മറ്റൊരു രാജ്യം സൈനിക നടപടി നടത്തുന്നത് ദേശീയ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണ്. പാകിസ്ഥാൻ ഈ ആക്രമണം കാബൂളിൽ നടത്തിയത് അഫ്ഗാനിസ്ഥാന്റെ അനുമതി ഇല്ലാതെയാണ്. ഇത് UN ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സൈനികമായി ഇടപെടുന്നതിനും സ്വയം പ്രതിരോധം എന്ന വാദം നിരത്തിയാലും അതിന് വ്യക്തമായ നിയമപരമായ സാധുതയും ആവശ്യമാണ്. താലിബാൻ ഭരണകൂടം TTP-യെ നിയന്ത്രിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ കഴിവില്ല എന്ന് പാകിസ്ഥാൻ വാദിക്കുമ്പോൾ പോലും മറ്റൊരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുന്നത് അങ്ങേയറ്റം അപകടകരമായ കീഴ്വഴക്കമാണ്. ഇത് പ്രാദേശിക സംഘർഷം വർദ്ധിപ്പിക്കുകയും പരമാധികാരത്തെ മാനിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. പാകിസ്ഥാന്റെ നടപടിയെ ദക്ഷിണേന്ത്യൻ സുരക്ഷാ സമവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്ന ഭീഷണിക്ക് പാകിസ്ഥാൻ നൽകിയ ശക്തമായ പ്രതികരണമാണിത്. TTP പാകിസ്ഥാനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നു. കൂടാതെ അവർ അഫ്ഗാൻ മണ്ണിൽ സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നുവെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു രാജ്യം സ്വന്തം പൗരന്മാരുടെയും സൈന്യത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ തിരിച്ചടി നൽകാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ഈ നടപടി മേഖലയിലെ സമാധാനം ഉറപ്പാക്കുന്നതിന് പകരം കൂടുതൽ അസ്ഥിരതയിലേക്കാണ് നയിക്കുന്നത്. താലിബാൻ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെയുള്ള ആക്രമണം ഇന്ത്യ അഫ്ഗാൻ ബന്ധങ്ങളോടുള്ള പാകിസ്ഥാൻ അനിഷ്ടവും വ്യക്തമാക്കുന്നു. ഇതുമൂലം പാകിസ്ഥാൻ അഫ്ഗാൻ ബന്ധം കൂടുതൽ വഷളാവുകയും TTP-ക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ഇതൊരു പ്രകോപനമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ നിയമപരമായ വീക്ഷണകോണിൽ പരമാധികാര ലംഘനമാണ് കൂടുതൽ ഗൗരവകരമായ പ്രശ്നം. എന്നാൽ പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതിർത്തി കടന്നുള്ള തീവ്രവാദ ഭീഷണിക്കുള്ള പ്രതികരണം എന്ന പാകിസ്ഥാന്റെ വാദവും നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അനുമതിയില്ലാതെ നടത്തിയ സൈനിക നടപടി അന്താരാഷ്ട്ര തലത്തിൽ ഒരു കാരണവശാലും നീതീകരിക്കപ്പെടാൻ സാധ്യതയില്ല.